ഇന്നത്തെ ടോപ്പിക്കാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, തിയറി പാർട്ട്. നമുക്ക് ആദ്യമേ നോക്കാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫോമുലയുണ്ട്. എന്താണ് ആ ഫോമുല? എൻ സി ആർ ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് ആർ. എന്താണ് ഫോമുല? എൻ സി ആർ ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് ആർ. ഇനി ചില അസംഷൻസ് ഉണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. ചില അസംഷൻസ് എന്താണ്? ആദ്യമേ ദ നമ്പർ ഓഫ് ട്രയൽസ് ഓർ എൻ ഈസ് ഫൈനൈറ്റ്. നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. നമുക്ക് എത്ര നമ്പേഴ്സാണ് ട്രയൽ ചെയ്യുന്നത് അത് നമ്മൾ ഫിക്സ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു കറക്റ്റ് ഇപ്പം നമ്മളൊരു ഡൈസ് ഇങ്ങനെ റോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം റോൾ ചെയ്യണം? 3 പ്രാവശ്യം വേണമെങ്കിൽ റോൾ ചെയ്യാം, 6 പ്രാവശ്യം വേണമെങ്കിൽ റോൾ ചെയ്യാം. നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് എത്ര ട്രയൽസ് വേണോ അത്ര നമുക്ക് റോൾ ചെയ്യാം. ഇനി അതാണ് ആദ്യത്തെ അസംഷൻസ് എന്ന് പറയുന്നത്. എൻ ഫൈനൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ അസംഷൻസ് എന്ന് പറയുന്നത് ദ എക്സ്പെരിമെൻറ്റ് മേ റിസൾട്ട് ഇൻ സക്സസ് ഓർ ഫെയിലിയർ. ഒന്നെങ്കിൽ സക്സസ് ആയിരിക്കും അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കും. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സക്സസ് ആയിരിക്കും അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കും. രണ്ടിലേതെങ്കിലും നമുക്ക് എക്സ്പെരിമെൻറ്റിൽ കിട്ടിയിരിക്കും റിസൾട്ട്. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ഈവൻറ്റ് സക്സസ് ഈസ് കോൺസ്റ്റൻറ്റ്. സക്സസ് എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് നമുക്ക് കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. അത് എന്തായാലും കിട്ടേണ്ട ഒരു റിസൾട്ടാണ് നമുക്ക് സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കിട്ടാതെ ഇരിക്കത്തൊന്നുമില്ല. സക്സസ് എന്ന് പറയുന്നത് കിട്ടുന്ന ഒരു ഈവൻ്റാണ്. അതാണ് മൂന്നാമത്തെ അസംഷൻസ്. നാലാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഈച്ച് ട്രയൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യണ എത്രത്തോളം ട്രയൽ ഉണ്ടായോ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് അത് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്യണം. അല്ലാതെ നമ്മൾ വേറൊരു ഡിപ്പെൻഡ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല ചെയ്യണത്. ഓരോ ട്രയലിന് അതിൻ്റെതായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതിന് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏതൊരു തിയറിയിലും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. A random variable x is set to follow binomial distribution with the parameters n and p if its probability function is f into x is equal to ncx into p raised to x into q raised to n minus x, where x is equal to 0, 1, 2, 3 goes on like n till n. P lies between 0 and 1 and q plus p is equal to 1. In the probability function of the binomial distribution, x stands for the number of successes, p represent probability of success in a single trial, and q is equal to 1 minus p. Binomial distribution is discrete. അപ്പോൾ എന്താണ് ഈ ഡെഫിനിഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്? നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പ്രഷൻ എന്താണ്? അല്ലെങ്കിൽ ഫോമുല ഫങ്ഷൻ എന്താണ്? എഫ് ഇൻറ്റു എക്സ്, എഫ് എക്സ് ഈസ് ഇക്വൽ ടു എൻ സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യണത് എന്തോന്നാണ്? സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് സക്സസസ്. എത്ര പ്രാവശ്യം നമ്മൾ സക്സസ് നോക്കുന്നു എന്ന് പറയുന്നതാണ് എക്സ്. നമ്മളൊരു ഇതിൻ്റെ പ്രോബ്ലം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യണമെന്ന്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വേരിയബിൾസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. തിയറി പാർട്ടിൽ നമ്മൾ എഴുതുമ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം എന്തിനൊക്കെയാണെന്ന്. പ്രോബ്ലം ചെയ്യാൻ ഈസി ആയിരിക്കും അത്. അപ്പോൾ എക്സ് സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് സക്സസസ്. 0 മുതൽ എൻ നമ്പർ വരെ ഫൈനൈറ്റ് ആയിരിക്കും എൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പി എന്ന് പറയുന്നത് എന്താണ്? പി റെപ്രസെൻറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ഒരു ട്രയലിൽ എത്ര സക്സസ് നമുക്ക് കണക്കൂട്ടാൻ പറ്റും എന്നുള്ള പ്രോബബിലിറ്റീനെയാണ് പി എന്ന് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ക്യൂ പ്ലസ് പി ഈസ് ഇക്വൽ ടു 1. അപ്പോൾ ക്യൂ എന്താണ്? 1 മൈനസ് പി. 1 മൈനസ് എത്ര സക്സസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫെയിലിയർ, നമുക്ക് സക്സസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് ഫെയിലിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ക്യൂ ഈസിക്കൽ ടു 1 മൈനസ് പി, പ്രോബബിലിറ്റി എത്ര ഉണ്ടാവും എന്ന് പറയാം. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ. ഡിസ്ക്രീറ്റ് നേച്ചറിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡെഫിനിഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ.
അടുത്തതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ആദ്യമേ, വെരി യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ്റെ പ്രധാന യൂസ്ഫുൾ ആയിട്ടുള്ള ഉപയോഗിക്കുന്നതാണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി കൺട്രോൾ വൈഡ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വാളിറ്റി കൺട്രോൾ വൈഡ്ലി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് എനോമറസ് വെറൈറ്റീസ് ഓഫ് റിയൽ ലൈഫ് ഈവൻറ്റ്സ്. നമ്മുടെ റിയൽ ലൈഫ് ഈവൻറ്റ്സിൽ പല രീതിയിലുള്ള വെറൈറ്റീസൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്ത ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ജഡ്ജ് വെദർ എ കോയിൻ ഓർ എ ഡൈ ഈസ് അൺബയാസ്ഡ് ഓർ നോട്ട് ബൈ കമ്പയറിംഗ് ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ഒരു കോയിനോ ഡയോ അൺബയാസ്ഡ് ആണോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയോ ഇല്ലാതെ നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റും ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അടുത്തതായിട്ട് സിറ്റുവേഷൻസ് വെയർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ആദ്യമേ, ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാസ് 2 ഔട്ട്കംസ് വിച്ച് ക്യാൻ ബി കോൾഡ് സക്സസ് ആൻഡ് ഫെയിലിയർ അല്ലെങ്കിൽ സക്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിറ്റുവേഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സിംഗിൾ ട്രയൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മളെ സക്സസ് എന്ന് പറയുന്നത്. അത് ട്രയൽ ടു ട്രയൽ എത്ര പ്രാവശ്യം ചെയ്താലും ആ സക്സസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തോന്നാണ്? എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. നമുക്ക് അറിയാൻ പറ്റും എത്ര ടൈംസിലാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ലാസ്റ്റ് എന്ന് പറയുന്നത് ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. നേരത്തെ പറഞ്ഞ കണക്ക് ഓരോ ട്രയലും അതിൻ്റെ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് കീപ്പ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു ഇതിനെയും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് ഓരോ ട്രയൽസ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ആ ട്രയൽസ് എല്ലാം നമുക്ക് കിട്ടുന്നത് സക്സസ് തന്നെ ആയിരിക്കും. ബിക്കോസ് സക്സസ് കോൺസ്റ്റൻ്റ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അടുത്തതായിട്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് ആസ് പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ. അപ്പോൾ ഒരു ഷേപ്പോ ലൊക്കേഷനോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ചേഞ്ച് ചെയ്യണ എപ്പോഴാണ്? പിയും എന്നും ചേഞ്ച് ആകുമ്പോൾ, പി ചേഞ്ച് ആകുമ്പോൾ എന്തിൻ്റെ ബേസിസ് തന്നേക്കുന്ന എന്നിൻ്റെ ബേസിസ് പി ചേഞ്ച് ആകുമ്പോഴാണ് നമുക്ക് ഷേപ്പും ലൊക്കേഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ചേഞ്ച് ആവുന്നത്. ഇനി അടുത്തതായിട്ട് ഇറ്റ് ഹാസ് 1 or 2 മോഡൽ വാല്യൂസ്. മോഡൽ വാല്യൂസ് ഒന്നോ രണ്ടോ മോഡൽ വാല്യൂസ് കാണും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് ആസ് എ എൻ ഇൻക്രീസസ് വിത്ത് പി റിമൈനിങ് കോൺസ്റ്റൻറ്റ്. നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പി പി എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്തോറും നമ്മളെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇഫ് എൻ ഈസ് ലാർജ് ആൻഡ് ഇഫ് നെയ്തർ പി ആൻഡ് ക്യൂ ഈസ് ടു ക്ലോസ് ടു 0 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മേ ബി അപ്രോക്സിമേറ്റഡ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മുടെ എൻ എന്ന് പറയുന്ന വലിയ നമ്പർ, ലാർജ് നമ്പറാണ്. പി ആൻഡ് ക്യൂ എന്ന് പറയണ കിട്ടിയത് നമുക്ക് ടു ക്ലോസ് ടു 0ൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് പി ആൻഡ് ക്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണക്കൂട്ടാൻ പറ്റുന്നത് നമുക്ക്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ മീൻ ഈസിക്കൽ ടു എൻ പി ആൻഡ് എസ് ഡി ഈസിക്കൽ ടു റൂട്ട് ഓഫ് എം പി ക്യൂ. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ഈ ഫോമിലെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇത് കണ്ടുപിടിക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. മീൻ ഈസിക്കൽ ടു എൻ പിയും എസ് ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന റൂട്ട് ഓഫ് എൻ പി ക്യൂ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇഫ് 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദെയർ സം ഓൾസോ ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ബൈനോമിയൽ ആണ് ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ സമ്മും ബൈനോമിയൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്.
അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇമ്പോർട്ടൻസ് പഠിച്ചു, അസംഷൻസ് പഠിച്ചു, ഡെഫിനീഷൻ പഠിച്ചു, അതിൻ്റെ സിറ്റുവേഷൻ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ പഠിച്ചു, പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ? ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് നോട്ട് പ്രിസൈസ്ലി നോൺ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ സൂട്ടബിൾ ടു സച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ? മറ്റേ ബൈനോമിയലിലാണെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ട്രയൽസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. എത്ര ടൈംസ് മീൻസ് ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യണം, 2 പ്രാവശ്യം ടോസ് ചെയ്യണം, ഹെഡ് എത്ര പ്രാവശ്യം വരും, ടെയിൽ എത്ര പ്രാവശ്യം വരും എന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ട്രയൽസ്, നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാനേ പറ്റില്ല, നമുക്ക് നോൺ അല്ലായിരിക്കും. നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല എത്ര എക്സ്പെരിമെൻ്റ് ആണ് അല്ലെങ്കിൽ എത്ര ട്രയൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. എവിടെയൊക്കെ നമുക്ക് അറിയാത്ത ഭാഗങ്ങളിൽ, നമ്മളിപ്പം ഒന്ന് പോപ്പുലേഷൻ നോക്കുന്നതിന് നമുക്ക് ഇതിൻ്റെ എത്ര ശതമാനം വേണം എന്ന് നമുക്ക് ആ നമ്പർ അറിഞ്ഞൂടല്ലോ, പോപ്പുലേഷൻ എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ അല്ല, ഇൻഫിനിറ്റ് നമ്പറിൽ നമ്മൾ ചെയ്യണതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. Poisson distribution may be obtained as a limiting case of binomial distribution under the following condition. എന്തൊക്കെ കണ്ടീഷനിലാണ് ലിമിറ്റിംഗ് ആയിട്ട് തോന്നുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് ട്രയൽ ഈസ് വെരി ലാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ബൈനോമിയലിലാണെങ്കിൽ ഫൈനൈറ്റും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ ഇൻഫിനിറ്റും ആയിരിക്കും. ഇനി എന്താണ് അടുത്ത പോയിന്റ്? ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ. നമ്മൾ ഓരോ സക്സസും ട്രയൽ ചെയ്യുമ്പോൾ അത് വളരെ കുറവായിരിക്കും. എൻ പി ഈസ് ഫൈനൈറ്റ് സേസ് എം. ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന എൻ പി എന്ന് പറയുന്നത് എം, മീനിനെയാണ് എൻ പി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തത് നേരത്തെ. അത് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും, മീൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. സക്സസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, നിയർ ടു 0 ആയിരിക്കും. അത് നമ്പർ ഓഫ് ട്രയൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റും ആയിരിക്കും. ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഉള്ള ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ? ആദ്യമേ ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ്, അതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. രണ്ടാമത്തെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ വേറൊരു പേരാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അപ്ലൈഡ് ഇൻ സിറ്റുവേഷൻസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ആൻ ഈവൻറ്റ് പി ഈസ് വെരി സ്മോൾ ആൻഡ് ദാറ്റ് ഓഫ് ഫെയിലിയർ ക്യൂ ഈസ് വെരി ഹൈ. ഇവിടെ എന്ന് പറയുന്നത് എന്താ? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ എവിടെയൊക്കെയാണ്? സക്സസ് എന്ന് പറയുന്നത് വളരെ ചെറുതും ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ കൂടുതലും. എന്തുകൊണ്ടാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത് വളരെ ചെറുതായത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിട്ട് തോന്നുന്നത്? ബിക്കോസ് നമുക്ക് അറിയാൻ പറ്റില്ല എത്ര നമ്പേഴ്സാണ് നമ്മൾ ചെയ്യണത്. ഇതൊരു ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ പോസിബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ഫെയിലിയർ നടക്കും അത്രത്തോളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എത്ര സക്സസ് നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, സക്സസ് എന്ന് പറയുന്നത് വളരെ കുറവുമാണ്. അടുത്തതെന്ന് പറയുന്നത് ദ മെയിൻ പാരാമീറ്റർ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എം. എം എന്ന് പറയുന്നതാണ് മെയിൻ പാരാമീറ്റർ. ആവറേജ്, നമുക്ക് ആവറേജ് ആണ് മെയിൻ പാരാമീറ്റർ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. The importance of Poisson distribution lies on the fact that binomial distribution is not applicable when the value of p is very smaller or near to 0. ഇതെന്ന് പറയുന്നത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? പി എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവും 0ൻ്റെ അടുത്തുമായിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആപ്ലിക്കബിൾ അല്ല. പോയിസൺ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, അല്ലെങ്കിൽ പോയിൻ്റാണ്. ഇത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാം, ലിമിറ്റേഷൻസ് ആയിട്ട് എഴുതാം, ഒരു മീനിങ്, ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ഇത് എഴുതുമ്പം നമുക്ക് ഒരു ഡെഫിനിഷനൊക്കെ എഴുതുമ്പോൾ ഇതൊരു പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്താണ് പോയിൻ്റ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നിയർ ടു 0 ആയിരിക്കും, 0ൻ്റെ വളരെ അടുത്തായിരിക്കും.
അടുത്ത ടോപ്പിക്കാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ്സ് ഗ്രാഫ് കോൾഡ് ദ നോർമൽ കർവ് ഈസ് എ ബെൽ ഷേപ്ഡ് കർവ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി, ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നതിനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രാഫിൻ്റെ പേരാണ് നോർമൽ കർവ് എന്ന് പറയുന്നത്. ഇതിനെ ബെൽ ഷേപ്പ് കർവ് എന്നും പറയും. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്കൽ ഇൻ ആൻഡ് ഈസ് ബെൽ ഷേപ്ഡ്. അത് ബെൽ ഷേപ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞെടുക്കുക, അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നോർമൽ കർവ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതൊരു ബെൽ ഷേപ്ഡ് കർവ് എന്നും അതിനെ പറയും. അത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി അടുത്ത രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസിക്കൽ ടു മോഡ് ഈസിക്കൽ ടു മീഡിയൻ. മീൻ ഈസിക്കൽ ടു മോഡ് ഈസിക്കൽ ടു മീഡിയൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു യൂണിമോഡൽ ഡിസ്ട്രിബ്യൂഷൻ കൂടിയാണ്. പ്രോപ്പർട്ടിയിൽ വരണയാണ് മൂന്നാമത്തെ പോയിന്റ്, യൂണിമോഡൽ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് ദ സെൻട്രൽ കോർഡിനേറ്റ് ഡിവൈഡ് ദ ടോട്ടൽ ഏരിയ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അപ്പോൾ സെൻട്രൽ കോർഡിനേറ്റ് ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. പ്രോബ്ലം വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം എങ്ങനെ ഗ്രാഫ് ഇരിക്കുമെന്ന്. അപ്പോൾ ഈ ഗ്രാഫിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത് ദ സെൻട്രൽ കോർഡിനേറ്റ് ഡിവൈഡ് ദ ടോട്ടൽ ഏരിയ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അടുത്ത പോയിന്റ് ദ നോർമൽ കർവ് ഈസ് കോൺകേവ് ടു ദ മീൻ വാല്യൂ. മീൻ വാല്യൂവിൽ കോൺകേവ് ആയിരിക്കും ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത്. ദ ക്വാർട്ടൈൽസ് Q1 ആൻഡ് Q2 ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ മീഡിയൻ. മീഡിയനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ക്വാർട്ടൈൽസ് മാർക്ക് ചെയ്യണം, Q1 Q2 എന്ന് പറയുന്നത്. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ആൻഡ് യൂസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് പല തിയറി പാർട്ടിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആദ്യമേ മോസ്റ്റ് ഓഫ് ദ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, എക്സാമ്പിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ടെൻഡ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് n ബിക്കംസ് ലാർജ്. നമ്പർ ലാർജ് ആവും തോറും ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് മാറിക്കൊണ്ടേയിരിക്കും. ലാർജ് നമ്പർ ആവും തോറും ഈ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്നാൽ ഓൾമോസ്റ്റ് ഓൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സച്ച് ആസ് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര കൺഫേം ടു ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ലാർജ് വാല്യൂ ഓഫ് n. നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് ലാർജ് നമ്പർ ആവും തോറും ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ യൂസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സച്ച് ആസ് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര കൺഫേം ടു ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ലാർജ് വാല്യൂസ് ഓഫ് n. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്പർ ലാർജ് ആവും തോറും നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയാൽ പോലും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് എക്സാമ്പിൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ഫോം ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് ദ വേരിയസ് ടെസ്റ്റ്സ് ഓഫ് സിഗ്നിഫിക്കൻസ് ലൈക്ക് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എക്സെട്ര ആർ ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ദാറ്റ് ദ പാരന്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾസ് ഹാവ് ബീൻ ഡ്രോൺ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പാരന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്ന അസംഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ഇത് ഫോളോ ചെയ്തുകൊണ്ട് വരും എന്നാണ് പറയുന്നത്. വേരിയസ് ടെസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും. ടി ടെസ്റ്റ് ആയാലും എഫ് ടെസ്റ്റ് ആയാലും അതിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും സാമ്പിൾസ് വന്നത്. അടുത്ത പോയിൻ്റാണ് ഇറ്റ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ലാർജ് സാമ്പിളിംഗ് തിയറി ടു ഫൈൻഡ് ദി എസ്റ്റിമേറ്റ്സ് ഓഫ് പാരാമീറ്റേഴ്സ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ്, കോൺഫിഡൻസ് ലിമിറ്റ്സ് എക്സെട്ര.
അപ്പോൾ ഇതെന്തിനാണ് ലാർജ് സാമ്പിളിംഗ് തിയറിയിൽ എന്തിനാണ് പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലായാലും കോൺഫിഡൻസ് ലിമിറ്റ്സിലായാലും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ലാർജ് സാമ്പിളിങ്ങിലാണ് ഇത് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെത് സ്റ്റാറ്റിസ്റ്റിക്സിലും കോൺഫിഡൻസ് ലിമിറ്റ്സിലും പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലാർജ് സാമ്പിളിങ്ങിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. അടുത്ത പോയിന്റ്, ഇൻ തിയററ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വെൽ ആസ് അപ്ലൈഡ് വർക്ക്സ് മെനി പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് ഓൺലി അണ്ടർ ദ അസംഷൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ. നോർമൽ പോപ്പുലേഷൻ്റെ അസംഷൻസിൽ നമുക്ക് ചില തിയററ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ന്യൂമറസ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് വിച്ച് മേക്ക് ഇറ്റ് പോപ്പുലർ ആൻഡ് കമ്പാരിറ്റീവ്ലി ഈസി ടു മാനിപ്പുലേറ്റ്. ദ നോർമൽ കർവ് ഈസ് റീസണബിളി ക്ലോസ് ടു മെനി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നോർമൽ കർവ് എന്ന് പറയുന്നത് പല ഡിസ്ട്രിബ്യൂഷനിലും അടുത്തായിട്ട് വരും. ഇത് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇത് കമ്പയർ ചെയ്യാറുണ്ട്. കമ്പാരിറ്റീവ്ലി ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഫൈൻഡ്സ് ആപ്ലിക്കേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പെരിമെൻറ്റ്സ്. ഇൻഡസ്ട്രിയൽ എക്സ്പെരിമെൻറ്റ്സിനും SQC സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിനും ഇത് അപ്ലൈ ചെയ്യാറുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആൻഡ് യൂസസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം മെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലുള്ളത്? ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് എറർ ഓഫ് മെഷർമെൻറ്റ്സ് ആൻഡ് എ ലാർജ് വെറൈറ്റി ഓഫ് ഫിസിക്കൽ ഒബ്സർവേഷൻസ് ഹാവ് അപ്രോക്സിമേറ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ്, ഫിസിക്കൽ ഒബ്സർവേഷനിലും എറർ ഓഫ് മെഷർമെൻറ്റിലും കൂടുതലും നമ്മൾ കണ്ടുവരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ദ മെഷർമെൻറ്റ് ഓഫ് ലീനിയർ ഡയമെൻഷൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് മേ ഷോ ഇൻഡിവിജ്വൽ വേരിയേഷൻസ്. ദീസ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ്, ലീനിയർ ഡയമെൻഷൻ മെഷർമെൻറ്റിൽ ലാർജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് മേ ഷോ ഇൻഡിവിജ്വൽ വേരിയേഷൻസ്. ചില ലാർജ് ഡയമെൻഷൻസ് ഇൻഡിവിജ്വൽ വേരിയൻസസ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അവർ ഫോളോ ചെയ്യണോണ്ടാണ് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് കാണിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഷോസ് എക്സോസ്റ്റീവ്ലി ഏരിയാസ് ഫോർ ദ ഡിഫറെൻറ്റ് ഇൻ്റർവൽസ് ഓഫ് വാല്യൂ ഓഫ് വേരിയബിൾസ്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ എന്താണ് കാണിക്കുന്നത്? ഡിഫറെൻറ്റ് ഇൻ്റർവൽസ് ഓഫ് വേരിയബിൾസ്, വാല്യൂ ഓഫ് വേരിയബിൾസ് ആണ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കാണിക്കുന്നത്. ഇതൊരു മെറിറ്റാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. ഇനി അടുത്തത്, ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്പർ ഓഫ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ നേച്ചർ either നോർമൽ ഓർ ദാറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു നോർമൽ. നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വെച്ചുമ്പോൾ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റഡ് ടു നോർമൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞുകൊടുക്കുക ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും F ടെസ്റ്റ് ആയാലും T ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ അത് വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുകയും ചെയ്യും നമുക്ക്. ഇത് ഇത്രയാണ് മെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിമെറിറ്റ്സിനെ നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? ദ വേരിയബിൾസ് വിച്ച് ആർ നോട്ട് കണ്ടിന്യൂസ് കനോട്ട് ബി നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ്. ദെയർഫോർ മെനി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എക്കണോമിക്സ് ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ ഫാമിലി കനോട്ട് സ്റ്റഡീഡ് അണ്ടർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ദ വേരിയബിൾ വിച്ച് ആർ നോട്ട് കണ്ടിന്യൂസ് ആയ വേരിയബിൾ അല്ലാത്ത പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു ഫാമിലിയിൽ എത്ര നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നില്ലെങ്കിൽ നമുക്കതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്തെന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കനോട്ട് ബി അപ്ലൈസ്ഡ് ടു
സിറ്റുവേഷൻ വെയർ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഹൈലി സ്ക്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി പോയിസൺഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആദ്യം പറഞ്ഞത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണ് അവർ നോക്കുന്നത്. നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേപോലെ ഹൈലി സ്ക്യൂഡ് അല്ലെങ്കിൽ ഹൈലി പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനോ അപ്ലൈ ചെയ്യാനോ പാടായിരിക്കും. ഈ 2 പോയിൻ്റാണ് ഡിമെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറീസാണ് നമ്മൾ നോക്കിയത്.